ഞാൻ ഈ അമ്മ അമ്മ എന്നുള്ള ഈ പ്രയോഗം ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് അഭിലാഷിനോട് എനിക്ക് പറയാനുള്ളത്. AMM എന്ന് പറയാൻ പഠിക്കണം. കാരണം മറ്റേത് കുറച്ചുകൂടി ഈസി ആയതുകൊണ്ടായിരിക്കും നിങ്ങളത് പറയണത്. എന്തായാലും ഈ AMMയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരികയും ആ സ്ത്രീകൾ മത്സരിക്കുന്നതിന് വേണ്ടി യുനാനിമസ് ആയിട്ട് ഒരു മത്സരം നടക്കട്ടെ എന്ന് കരുതി അതിൽ നിന്ന് മാറി നിന്ന ജഗദീഷിനെ പോലുള്ള ആളുകൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ശ്രമിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത എല്ലാവർക്കും നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കണം. തീർച്ചയായിട്ടും ശ്വേതാ മേനോൻ എന്ന് പറയുന്ന പ്രസിഡൻറ്റിനും കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറിക്കും AMMയെ ഒരു ലിംഗനീതിയുടെ വിവേചനമില്ലാതെ ലിംഗനീതിയിൽ അധിഷ്ഠിതമായി നയിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഗായത്രി പറയാതെ പോയ ഒരു കാര്യം, ഹേമ കമ്മിറ്റി ഉണ്ടായതും WCC ഉണ്ടായതും അഭിലാഷ് പറഞ്ഞതുപോലെ നടിയാക്രമിക്കപ്പെട്ട ഒരു കേസിൻ്റെ തുടർച്ചയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ പെൺകുട്ടി ഇന്നും നീതിക്ക് വേണ്ടി അതിശക്തമായി ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ AMMയിൽ നിന്നും യാതൊരു സപ്പോർട്ടും, അതായത് വാക്കുകളിൽ ഞങ്ങൾ ആ പെൺകുട്ടിയുടെ ഒപ്പമാണെന്ന് പറഞ്ഞപ്പോഴും ഈ AMMയിലെ ഭാരവാഹികളായ ഒരാൾ പോലും കോടതിയിൽ വന്ന് ആ പെൺകുട്ടിക്ക് അനുകൂലമായ ഒരു നേരത്തെ പറഞ്ഞ മൊഴികൾ പറയാനായിട്ട് അവർ വിസമ്മതിച്ച കാര്യങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ അവരൊക്കെ ഇപ്പോൾ സ്ഥാനമില്ലാതായിപ്പോയി. ഈ സ്ത്രീകളായിട്ട് നിൽക്കുന്ന ഈ ആളുകൾ AMMയിൽ നിന്നുകൊണ്ട് തന്നെ അവരൊരു പക്ഷെ അവരുടെ സംഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ ആരും തന്നെ ആ പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടായ സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് ആരും തന്നെ രംഗത്ത് വരുന്നത് കണ്ടില്ല. WCC ആണെങ്കിലും മറ്റ് പല സംഘടനകളാണെങ്കിലും ഇപ്പോൾ ഞാനൊക്കെ വ്യക്തിപരമായി കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസും കൊടുത്തു. ആ കേസിൻ്റെ ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ കോൺക്ലേവ് പ്രഖ്യാപിച്ചു. ആ കോൺക്ലേവ് കോടതിയുടെ തന്നെ നിരീക്ഷണവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസുമായിട്ട് കോൺക്ലേവ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ചില മരണങ്ങളിലൂടെയാണ് ചില നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ പോക്സോ ആക്ട് നമ്മുടെ രാജ്യത്ത് വന്നത് അങ്ങനെയാണ്. അത് അങ്ങനെ പറയാം. ഒരു കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം പൂർണ്ണമായി ട്രോമയിലേക്ക് പോയി തിരിച്ചു വന്ന് അതിജീവിച്ച് ഈ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണത്. അപ്പോൾ അതിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ വനിതകൾക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ചരിത്രപരമായി പരിശോധിക്കേണ്ടത്. തീർച്ചയായിട്ടും അവർ അത്തരത്തിലുള്ളൊരു നിലപാടെടുത്ത് മുന്നോട്ട് വരണം. ഇപ്പോൾ കുക്കു പരമേശ്വരനെ പോലുള്ള ആൾ നേരത്തെയും AMMയുടെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആളുകളാണ്. അവരും ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിൽ നിന്ന് കലഹിച്ചു പോയിട്ടുള്ള ആളുകളാണ് WCC ഉണ്ടാക്കിയത്. ആ WCC അവരും യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് ഈ പെൺകുട്ടിക്ക് ആവശ്യമെന്ന് അന്വേഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ഇതൊക്കെ ഇങ്ങനെ മറന്ന ആളുകൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എല്ലാവരും ആ വിഷയത്തിന് മീഡിയ ആണെങ്കിലും എല്ലാവർക്കും അത് മതി. അത് കഴിഞ്ഞ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ പ്രശ്നങ്ങൾക്ക് കൂടി അവർക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യനായി മാറുന്നത്. ഇവിടെ സഖാവ് VS അച്യുതാനന്ദൻ മരിച്ച ദിവസം സുജാ സൂസൻ്റെ ഒരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ്, അതായത് ആരും അറിയാതിരുന്ന ഒരു കാര്യമാണ്, സൂര്യനെല്ലി പെൺകുട്ടി അവരുടെ കേസ് നടത്തുന്നതിന് വേണ്ടി സ്വന്തം പെൻഷൻ കാശിൽ നിന്നും 1 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തിരുന്നു എന്ന് പറയുന്നത്. അത് എന്തു വലിയ ഫൈറ്റായിരുന്നു എന്ന് ഇപ്പോൾ റിസൾട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ആ റിസൾട്ട് ഉണ്ടായെന്ന് പറയാം. പക്ഷെ ആ റിസൾട്ടിലേക്ക് അവർ നീന്തിക്കയറുന്ന എത്രയോ പ്രയാസകരമായ അവസ്ഥയാണ്. ഇനിയെങ്കിലും വർഷമായാലും ഗായത്രി ആണെങ്കിലും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെങ്കിലും ആ പെൺകുട്ടിക്ക് പിന്തുണ നൽകി അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവരെ സഹായിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്.